നമസ്തേ. പുതിയ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. സന്തോഷം എനിക്കുണ്ടായിരുന്നു. ഇപ്പൊ ഷെരഫിന്റെ പ്രയറിൽ തുടങ്ങാൻ നമുക്ക്. സ്റ്റാർട്ട്. ഗജാനനം ഗണാതിസേവിതം കപിത്തജംബം ഫലദാത്ഭുതം ഉമാസുതം കാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. സന്തോഷം. നല്ല തുടക്കം. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്കിന്റെ അത് ഇങ്ങനെ തലയിലുണ്ട്. അത് ഇപ്പോൾ ആക്റ്റാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ പിന്നെ എന്താണ് ചക്രങ്ങളുടെ ഡിസ്കഷൻ നമ്മൾ ഓൾറെഡി നടത്തുകയാണ്. റിലേറ്റഡ് ടു ഗ്ലാൻസ് ഒക്കെ ഡിസ്കഷൻ നടന്നതാണ് ഓൾറെഡി. പക്ഷേ ഞാൻ TPHD മുന്നേ പറയുമെങ്കിലും, അതായത് നമ്മൾ സിൻസിയർ ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കാണ് മെഡിറ്റേഷൻ. അല്ലാതെ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് കണ്ണും കൂട്ടി ഇരിക്കേണ്ട കാര്യമില്ല എന്ന് പറയുമെങ്കിലും, പക്ഷെ മുന്നേ ശീലിച്ചത് കൊണ്ട് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഈ കണ്ണും കൂട്ടി ഇരിക്കുന്ന മെഡിറ്റേഷൻ. അപ്പോൾ ചില ദിവസം ഒരു ഒരു ബ്ലൂയിഷ് ലൈറ്റാണ് ഇങ്ങനെ തോന്നുക. ചില ദിവസം അതൊരു റെഡിഷ്, പിങ്കിഷ്, അല്ലെങ്കിൽ വൈറ്റ്, അങ്ങനെയൊക്കെ ഓരോ ദിവസം ഓരോ പോലെ. ചില ദിവസം നല്ല എനിക്ക് ഈ മയിൽപ്പീലിയുടെ ഒക്കെ കളർ പോലെ തോന്നും, ഗ്രീൻ ആൻഡ് ബ്ലൂ മിക്സ് പോലെ. അങ്ങനെ അത് ആക്ച്വലി എൻ്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, അത് പുറത്തുള്ള ലൈറ്റിൻ്റെ എഫക്റ്റ് നമ്മളിപ്പോൾ കണ്ണ് പൂട്ടിയിട്ടും ഇങ്ങനെ ആകുമ്പോൾ ആ എഫക്റ്റിലുള്ള വ്യത്യാസമാണോ, അതോ ഈസ് ഇറ്റ് സംതിങ് ഹാപ്പനിങ് ഇൻസൈഡ് അസ്? അത് കുറച്ച് ദിവസമായിട്ട് അത് നമ്മൾ ഡിസ്കഷൻ മറ്റേ ടോപ്പിക്കൊക്കെ ഡിസ്കസ് ചെയ്താണെങ്കിൽ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഇത് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ കിടക്കുക. നല്ല ചോദ്യമാണ് ഇത്. പലർക്കും ഉണ്ട്, പലരും ചോദിച്ചിട്ടുമുണ്ട്. എൻ്റെ കയ്യിൽ തന്നെ ഇപ്പം ചോദിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ ചോദ്യങ്ങളും ഉണ്ട് ഇതേ ചോദ്യം. നമ്മൾ ഏത് കാഴ്ചയാണോ മുന്നിൽ കാണുന്നത്, അത് വെളുത്ത ഷീറ്റ് കണ്ണടച്ചു കഴിഞ്ഞാൽ വെളുപ്പാക്കാണ്. ഇപ്പം എൻ്റെ മുന്നിലൊരു ഫ്ലഡ് ലൈറ്റ് ഇരിപ്പുണ്ട്. ആ ലൈറ്റ് ഞാൻ നല്ലപോലെ കണ്ണ് തുറന്ന് നോക്കി കണ്ണടച്ചു കഴിഞ്ഞാൽ കണ്ണടക്കുമ്പോഴും വെള്ള ലൈറ്റേ കാണുള്ളൂ. അതേ സമയത്ത് ഞാനൊരു ഡാർക്ക് റൂമിൽ കയറിയിട്ടാണ് കണ്ണടക്കുന്നുണ്ടെങ്കിൽ കണ്ണടച്ചു കഴിഞ്ഞാൽ ഇരുട്ട് തന്നെയാണ് കാണുക. നമ്മുടെ ധാരണ ഈ പലരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇത്തരം വയലറ്റ് ലൈറ്റ് കണ്ടാൽ നല്ലതാണ്, വെള്ള കണ്ടാൽ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ഇൻ്റർപ്രിട്ടേഷൻസ് ഇതിൻ്റെ പിന്നിലുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സമാധി എന്ന് പറയുന്നത്, ഞാൻ മെഡിറ്റേഷൻ എന്ന വാക്ക് ഉപയോഗിക്കാണ്ടിരിക്കുകയാണ്, അത് മിസ്യൂസ് ചെയ്തുകൊണ്ടാണ്. ശരിക്കും സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥ യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാനം കഴിഞ്ഞ് എത്തിപ്പെടുന്നതാണ് സമാധി. ഓക്കെ. ഇപ്പം നിങ്ങൾ പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ചിട്ട് കണ്ണടച്ചു എന്ന് വിചാരിക്കും. ഈ കണ്ണടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കാണാതിരിക്കാനാണ്. അത് നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഒരു കാഴ്ച മനസ്സിലുണ്ടെങ്കിൽ അതും കാണലാണ്. നമ്മൾ ചിന്തിക്കരുത് എന്ന് പറയുന്നൊരു സംഭവം എന്താണോ ചിന്തിക്കരുത് എന്ന് ചിന്തിക്കുന്നത് തന്നെ ആ ചിന്തയാണ്. ഇപ്പോൾ ഒരാളെക്കുറിച്ച് വിചാരിക്കരുത് എന്ന് വിചാരിച്ച് എന്താ പറ്റുക? ഞാൻ അയാളെക്കുറിച്ചേ വിചാരിക്കുള്ളൂ, വേറെ ഒന്നും വിചാരിക്കില്ല. അങ്ങനെ ഒരു കഥയുണ്ടല്ലോ പണ്ട്. കുരങ്ങനെക്കുറിച്ച് വിചാരിച്ചുകൊണ്ട് ഈ മരുന്ന് കഴിക്കരുത് എന്ന് പറഞ്ഞ് രാജാവിന് മരുന്ന് കൊടുത്തൊരു കഥയുണ്ട്. ഒരു പ്രസിദ്ധനായ വൈദ്യൻ കുറേ വൈദ്യന്മാരെ വിളിച്ചിട്ട് രാജാവിൻ്റെ അസുഖം പറയുമ്പോൾ ആര് കൊടുത്താലും മരുന്ന് ഫലിക്കുന്നില്ല. അപ്പം രാജാവ് ഫലിക്കാത്ത മരുന്ന് തരുന്ന വൈദ്യനെ ശിക്ഷിക്കുക എന്നുള്ളൊരു പതിവുണ്ട്. ഒരു വൈദ്യൻ എന്തായാലും ശിക്ഷ കിട്ടരുത്, നല്ലപോലെ കാശും കിട്ടണം, ഇയാളൊരു പാഠം പഠിപ്പിക്കാൻ വെച്ചിട്ട് പറഞ്ഞതാണ്, ഈ മരുന്ന് കഴിക്കുന്ന സമയത്ത് കുരങ്ങനെ കുറിച്ച് വിചാരിക്കരുത്. അപ്പോൾ മരുന്നെടുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എന്താ വിചാരിക്കരുതെന്ന് പറഞ്ഞത്? കുരങ്ങൻ. അപ്പോൾ കുരങ്ങൻ തന്നെ മനസ്സിൽ വരുള്ളൂ. അപ്പോൾ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നമ്മളിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ സമാധിയുടെ ചെറിയ പടവിലെങ്കിലും എത്തുക.
പ്രത്യാഹാരം എന്ന് പറയുന്നത് തന്നെ ഇന്ദ്രിയങ്ങളെ പുറത്തു നിന്ന് അകത്തേക്ക് വലിച്ചെടുക്കലാണ്. അപ്പം ഞാൻ കണ്ണടച്ചിട്ട് കാണുന്നു എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? ഒന്നും കാണാത്തൊരവസ്ഥയിലേക്ക് കണ്ണും ഒന്നും ഇപ്പം മെഡിറ്റേഷൻ, ഗൈഡഡ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ ആ ഇന്ദ്രിയം ആക്റ്റീവാണ്. എൻ്റെ കണ്ണ് ആക്റ്റീവാണ്. അടച്ചിരിക്കുമ്പോൾ നിങ്ങൾ കളർ കാണുന്നു, ചെവി കേൾക്കുന്നു, എന്നെ ഉപദ്രവിക്കരുത്, അല്ലെങ്കിൽ പുറത്ത് സൗണ്ട് ഉണ്ടാക്കരുത്, ഡോറ് തുറന്ന് ശല്യം ചെയ്യരുത്, ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അത് മണ്ടത്തരാന്നർത്ഥം. ഡോറ് തുറക്കല്ല, പുറത്ത് ബോംബ് വീണാലോ അയാൾ അറിയരുത്. മെഡിറ്റേഷൻ ഓൺ ക്രോസ് റോഡ്സ് എന്ന് വിവേകാനന്ദ സ്വാമികൾ പറയാറുണ്ട്. യു കനോട്ട് മെഡിറ്റേറ്റ് ഓൺ ക്രോസ് റോഡ്സ് എന്നാണ്. എന്ന് വെച്ചാൽ എല്ലാ ശല്യങ്ങളും കേട്ടുകൊണ്ട് എനിക്കൊരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കും, ബാക്കി ഒരു കാര്യം എന്നെ എഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കുന്നു, നല്ല സ്മെല്ല് ഉള്ള കർപ്പൂരം തെളിയിച്ചുകൊണ്ടൊക്കെയാണ്. എന്താ അർത്ഥം? സ്മെല്ല് അറിയാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോഴല്ലേ സമാധിയിലേക്ക് എത്തുക. അപ്പോൾ സമാധിയിലേക്ക് എത്താനുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത് എന്ത് പുറത്തുണ്ടായാലും ഒന്നും കാണാത്തൊരവസ്ഥയിലേക്ക് കണ്ണും ഒന്നും കേൾക്കാത്തൊരവസ്ഥയിലേക്ക് ചെവിയും, എന്നെ ആരെങ്കിലും വന്ന് സ്പർശിച്ചാൽ പോലും ഞാൻ അറിയരുത്. എല്ലാ ഇന്ദ്രിയങ്ങൾക്കും അതീതമായിട്ടാണ്. ഓക്കെ, അങ്ങനെ യമ, നിയമ, ആസന, പ്രാണായാമ. എന്തിനാ ആസനൊക്കെ ആദ്യം പറഞ്ഞത്? ശരീരത്തിന് എവിടെയെങ്കിലുമൊക്കെ വേദന ഉണ്ടെങ്കിൽ മെഡിറ്റേഷൻ നിങ്ങൾ വാലിഡ് അല്ല. കാരണം ആ വേദന മാത്രമേ ആലോചിക്കുള്ളൂ. ഇപ്പം ചമ്രം പടഞ്ഞിരിക്കണമെന്ന് പറയുന്നു. ചമ്രം പടഞ്ഞിരിക്കുന്നത് എനിക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധ എപ്പോഴും കാലിൻ്റെ മുട്ടുവേദനയൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരിക്കലും ഇരിക്കരുത്. സുഖാസനമാണ് വേണ്ടത്. ഈ പറയുന്ന ഇന്ന് കാണിക്കുന്ന ഒരു കുരങ്ങിൻ്റെ പണിയും നമ്മുടെ ഒരു യോഗ അഭ്യാസങ്ങളിലും പറഞ്ഞിട്ടില്ല. പതഞ്ജലി ഒരിക്കലും ഒരാളെയും തലകുത്തി നിൽക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഒരാളും കണ്ണടച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രിയങ്ങളെയൊക്കെ ഉള്ളിലേക്ക് വലിക്കണമെന്നാണ്. ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വലിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ സ്ക്രീനിൽ ഇപ്പം 4-5 പേര് എൻ്റെ മുന്നിലുണ്ട്. ഞാൻ അവരെ ഒന്നും കാണുന്നില്ല സത്യം പറഞ്ഞാൽ. കാരണം എൻ്റെ ശ്രദ്ധ പറയുന്നതിലാണ്, നിങ്ങളെ കാണുന്നതിലല്ല. അപ്പം ഞാനിപ്പോൾ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ പറയുന്നതിലാണ്, എന്നെ കാണില്ല. പക്ഷെ ഞാനിപ്പോൾ എന്നെ കാണില്ല എന്നൊരു വാക്ക് പറയുമ്പോഴത്തേക്കും ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ കളർ നിങ്ങൾ ശ്രദ്ധിക്കും. ഈ പറയുമ്പോഴേ ശ്രദ്ധിക്കുന്നുള്ളൂ, അതുവരെ ശ്രദ്ധിക്കുന്നില്ല ആയിരിക്കും പറഞ്ഞാൽ. കാരണം ശ്രദ്ധ ചെവിയിലാണ്. ഇപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് പ്രധാന സ്ഥാനം എന്ന് പറയുന്നത് കണ്ണും പിന്നെ ചെവിയാണ്. അപ്പോൾ ആ കണ്ണ്, ചെവി അടച്ചു പിടിക്കാനോ മൂക്ക് അടച്ചു പിടിക്കാനോ പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാൾ മൂക്ക് അടച്ചു പിടിക്കണം, ചെവി അടച്ചു പിടിക്കണം, ശരീരം ഫുൾ ഒരു പിന്നെ ഇൻസുലേറ്റ് ചെയ്തിട്ട് വെക്കണം എന്നൊക്കെ പറയേണ്ടി വരും. അതൊന്നും പറഞ്ഞില്ലല്ലോ. പണ്ട് ശ്രദ്ധയുണ്ടാവാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇറക്കി നിർത്തും എന്ന് വെച്ചാൽ അർത്ഥം ശ്രദ്ധ പൂർണ്ണമായിരിക്കുമ്പോൾ എൻ്റെ ശരീരം എത്ര തണുപ്പുണ്ടായാലും ഞാൻ അറിയാതിരിക്കുക എന്നുള്ളതാണ് അവസ്ഥയിലൊക്കെ. തണുപ്പ് അറിയരുത്, അതിനെ ഫ്രീസ് ചെയ്യാണ്. അപ്പോൾ വ്യത്യസ്തമായ തരത്തിൽ ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ പ്രത്യാഹാരത്തിലെത്തി. പിന്നെ എൻ്റെ ശ്രദ്ധ എന്ന് പറയുന്നത് ഞാൻ എന്തിനെയാണോ കാക്ഷിക്കുന്നത് അതിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. നിങ്ങൾ കളർ കാണാനാണോ കാക്ഷിക്കുന്നുണ്ടെങ്കിൽ അതാണ് കാണുന്നുണ്ടാവുക. ഞാൻ കളർ കാണാനല്ല ഇപ്പം ശ്രദ്ധിക്കുന്നത്, ഞാനിപ്പോൾ പറയുന്നത് കേൾക്കാനാണ്. അപ്പോൾ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ധ്യാനത്തിലെത്തിയെന്നാണ്. ഇപ്പോൾ പുറത്തുള്ള സൗണ്ടൊന്നും കേൾക്കാതെ ഈ പറയുന്ന കാര്യം മാത്രം ശ്രദ്ധിച്ച എന്താ അർത്ഥം? ഞാൻ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ധ്യാനമുണ്ട് എന്നാണ്. എന്തിനാണ് ഈ പ്രോഗ്രാം തുടങ്ങുമ്പോൾ ഞാൻ ഷറഫിനോട് ഒരു ചൊല്ലാൻ പറയണത്? എൻ്റെ പുറത്തുള്ള എല്ലാ ചിന്തകളെയും മാറ്റി ഈ ഒരു പ്രോഗ്രാമിലേക്ക് എൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരുത്താനാണ്. അതിനാണ് പ്രെയർ. അത് യഥാർത്ഥത്തിൽ ധ്യാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരേ ചിന്തയിലേക്ക് കൊണ്ടുവരാം. നമ്മളൊക്കെ വ്യത്യസ്തമായ ചിന്തകളിലൂടെ വന്നുവിടെ ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന സമയത്ത് ഒരു ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുവന്നാൽ നമ്മൾ ധ്യാനത്തിൽ എത്തിയെന്നർത്ഥം. അതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്.
ഓക്കെ, ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ ലയിച്ചു ചേർന്ന് ആ ധ്യാനത്തിൽ നിന്നും കേട്ടിട്ടുള്ള പ്രയറിൽ നിന്നും ഞാൻ ചിന്തിക്കുന്ന വ്യക്തിയിൽ നിന്നും, അത് ഭഗവാനാവട്ടെ, നിറമാവട്ടെ, എന്തോ ആവട്ടെ, അതിൽ നിന്നും എന്നെ മുക്തി പ്രാപിപ്പിച്ച് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ബ്ലാങ്കാണ് ആ സമയത്ത്. അതിനെയാണ് സമാധി എന്ന് പറയുന്നത്. മരണം മുന്നിൽ കാണുമ്പോൾ എന്താണ് കണ്ടത് എന്ന് ചോദിച്ചാൽ അത് അനുഭവിച്ചാലേ പറയാൻ പറ്റുള്ളൂ. അത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. സമാധി ശരിക്കും പഠിപ്പിക്കണമെങ്കിൽ ഒരാളെ വെള്ളത്തിൽ മുക്കിയാൽ മതിയെന്ന്. വെള്ളത്തിൽ മുക്കിയിട്ട് ശ്വാസം കിട്ടാത്തപ്പോൾ നിങ്ങൾ എന്താ ആലോചിക്കണമെന്ന് ചോദിച്ചാൽ എന്താ പറയാ? എങ്ങനെയെങ്കിലും ഒന്ന് ജീവിക്കണമെന്ന് ആലോചിക്കുമല്ലോ. അപ്പൊ ഏത് നിറ കണ്ടു വെച്ചാൽ ഞാൻ ഒരു നിറവും കണ്ടിട്ടില്ല, എനിക്ക് വായു വേണമെന്നേ തോന്നിയിട്ടുള്ളൂ എന്ന് പറയും. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുമ്പോഴാണ് ധ്യാനം. അപ്പോൾ ഏറ്റവും നല്ല ധ്യാന മാർഗം എന്ന് പറയുന്നത് ഒന്നുമില്ലാത്ത സമയത്തും നമുക്ക് വർക്ക് ചെയ്യുന്ന ഒറ്റ ഇന്ദ്രിയമുള്ളൂ, അത് ശ്വാസമാണ്. കാണാതിരിക്കാം, കേൾക്കാതിരിക്കാം, സൈലന്റ് ആയിട്ടൊക്കെ ഇരിക്കാം, കണ്ണടച്ചിട്ട് കാണാതിരിക്കാം, നല്ല എൻക്ലോഷറിൻ്റെ ഉള്ളിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഒരു ശബ്ദവും കേൾക്കില്ല, ആരെയും തൊടാണ്ടിരുന്നു കഴിഞ്ഞാൽ, ഇരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ടിരുന്നാൽ, സുഖ ആസനത്തിലാണെങ്കിൽ ഇരിപ്പിൻ്റെ വിഷമമൊന്നും ഉണ്ടാവില്ല, ടേസ്റ്റ് ഒന്നും തോന്നാണ്ടിരിക്കുക. ഓക്കെ, ആ സമയത്ത് നടക്കുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ പ്രാണനാണ്. അതുകൊണ്ടാണ് ഡോക്ടർ TPS മെഡിറ്റേഷൻ ഞങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് ശ്രദ്ധ നിങ്ങളുടെ പ്രയറിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞ അർത്ഥം. പ്രയർ ഓരോരാൾക്കും വ്യത്യസ്തമായിരിക്കും. അതിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ബൈഹാർട്ട് പഠിക്കുകയോ ഒക്കെ വേണ്ടി വരും, ചിന്തിക്കൊക്കെ വേണ്ടി വരും. അതൊന്നുമില്ലാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന വലിയൊരു ഒഴുക്കാണ് നമ്മുടെ പ്രാണൻ. അപ്പോൾ ആ പ്രാണനിൽ ശ്രദ്ധിച്ചാൽ തന്നെ രക്ഷപ്പെട്ടുന്നു. വേറെ ഒന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും മാത്രം ശ്രദ്ധിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് എന്നെയൊക്കെ ഹിമാലയൻ ട്രഡീഷനിൽ പഠിപ്പിച്ചിട്ടുള്ളത്. അത് ഏറ്റവും കൂടുതൽ ഫീലിംഗ് വേണമെങ്കിൽ കണ്ണടച്ചിരുന്നാലൊന്നും അല്ല, ഏറ്റവും നല്ല അവസ്ഥ മനുഷ്യന്മാർക്ക് ഏത് മൃഗങ്ങൾക്കും കിടക്കുമ്പോഴാണ് ഉണ്ടാവുക. അത് ഏറ്റവും സുഖമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് കമിഴ്ന്ന് കിടക്കുമ്പോഴാണ്. എല്ലാ വിഷമം വരുമ്പോഴും അമ്മയുടെ മടിയിൽ കമിഴ്ന്നിട്ടാണ് കിടക്കുക. ഏതൊരാളും സങ്കടം വരുമ്പോൾ ബെഡിൽ കമിഴ്ന്നിട്ടാണ് കിടക്കുക. അപ്പോൾ ആ കമിഴ്ന്ന് കിടക്കുന്ന സമയത്ത് ഡോക്ടർ TPS മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ കമിഴ്ന്ന് കിടക്കണം, എങ്ങനെ നോസ് ഫ്രീ ആയിട്ട് ശ്വാസം കിട്ടുന്ന അവസ്ഥയിലേക്ക് കിടക്കണം, നമ്മുടെ ശ്രദ്ധ പ്രാണവായുവിൻ്റെ അകത്തും പുറത്തും പോകുന്ന അവസ്ഥയിലേക്ക് വേണമെങ്കിൽ അതിന് ഏറ്റവും നല്ലത് നമ്മുടെ ഡയഫ്രം മുകളിൽ അപ്പ് ആൻഡ് ഡൗൺ പോകുന്ന അവസ്ഥയിലാണ്. അത് പഠിക്കലാണ് ഏറ്റവും നല്ലത്. സ്വന്തം ഫീൽ ചെയ്യുക, അതാണ് ഏറ്റവും സുഖമായിട്ടുള്ള കിടപ്പ്. ചെറിയ കുട്ടികളൊക്കെ അങ്ങനെ കിടന്നിട്ടാണ് ഉറങ്ങുക, കമിഴ്ന്ന് കിടന്നിട്ടാണ് കുട്ടികൾ ഉറങ്ങുക അല്ലേ. അപ്പോൾ ആ അവസ്ഥയാണ് ഏറ്റവും നല്ല അവസ്ഥ. ഇപ്പം യമ, നിയമ, ആസന, പ്രാണായാമ ഇതിനൊന്നും ആവശ്യമില്ല. പ്രത്യാഹാരം നിർബന്ധപൂർവ്വം ചെയ്യരുത്. കണ്ണ് അടച്ചിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നല്ല ഉറക്കം വന്നിട്ട് അങ്ങനെ കമിഴ്ന്ന് കുറച്ച് സമയം കണ്ണ് തുറന്നു കിടന്നാലും അറിയാണ്ട് അടഞ്ഞു പോകും. പ്രത്യാഹാരം നടന്നോളും. പിന്നെ ലയിച്ചങ്ങോട്ട് ഉറങ്ങുക. എന്താ ചിന്തിക്കേണ്ടത്? അപ്പം എൻ്റെ ശ്വാസത്തിലേക്ക് ഞാൻ ചിന്തിക്കുക, അതാണ് വേണ്ടത്. കോൺസെൻട്രേറ്റ് ഓൺ യുവർ ബ്രത്ത്, എൻജോയ് യുവർ ബ്രത്ത്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എൻ്റെ പ്രാണൻ പോവുകയാണെങ്കിൽ ഒരുവിധം അസുഖങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാം. ഏത് ഭാഗത്താണോ വേദന അത് മാറ്റാനും പ്രാണനോട് പറയാൻ പറ്റും. പ്രാണനാണ് നമ്മുടെ ഊർജം, അതാണ് ശക്തി. അതിന് വ്യത്യസ്തമായ കർമ്മങ്ങളുണ്ട്. ഞാൻ ഇന്നലെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പ്രാണൻ ഏത് തരത്തിലൊക്കെയാണ്, പഞ്ചപ്രാണനും പിന്നെ ദശപ്രാണനും. അത് ഓരോ പ്രാണനും എങ്ങനെയാണ് നമ്മുടെ കർമ്മങ്ങൾ ചെയ്തത്. ഏറ്റവും സുഖമുള്ള അവസ്ഥയാണ്. ഉറക്കം വരുമ്പോഴും ഉറക്കം വരാനും ഒക്കെ പ്രാണനെ കൺട്രോൾ ചെയ്യുക. പ്രാണായാമേന യുക്തേന സർവരോഗസമാരഹ അയുക്താഭ്യാസ യോഗേന സർവരോഗ സമുദ്ഭവ. വേണ്ടാത്ത തരത്തിൽ ശ്വസിച്ചാൽ എല്ലാ അസുഖങ്ങളും വരും, നന്നായിട്ട് ശ്വസിച്ചാൽ എല്ലാ അസുഖങ്ങളും മാറ്റാനും പറ്റും. ശ്വാസക്രമമാണ് നന്നാവേണ്ടത്. അധികം ശ്വസിച്ചതുകൊണ്ട് ആർക്കും അസുഖം ഉണ്ടായിട്ടില്ല, പക്ഷെ അധികം ഭക്ഷണം കഴിച്ചതുകൊണ്ട് പലർക്കും അസുഖം ഉണ്ടാവാം.
ഏറ്റവും തിക്കുമുട്ട് ബുദ്ധിമുട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥ വിശക്കുമ്പോഴല്ല, വയറ് ഫുള്ളാവുമ്പോൾ. അധികം ഭക്ഷണം കഴിച്ചാൽ നടക്കാൻ പറ്റാണ്ടാവും. വിശന്നാലും നടക്കാനൊക്കെ പറ്റും, കുറച്ചൊക്കെ വെള്ളം കുടിച്ചാലെങ്കിലും മതി. ഓക്കെ, അതുകൊണ്ട് നല്ല ഉറക്കം കിട്ടണമെങ്കിൽ, പ്രാണായാമം ചെയ്യണമെങ്കിൽ, കമിന്ന് കിടക്കണമെങ്കിൽ ഏറ്റവും സുഖമുള്ള അവസ്ഥ വയറ് അധികം ഭക്ഷണമില്ലാത്തൊരവസ്ഥയിലാണ്. അധികം ഭക്ഷണമില്ലാതെ പറയുള്ളൂ. തീരെ ഇപ്പം വിശപ്പ് നല്ലോണം സഹിക്കാൻ പറ്റാത്ത ഒരാൾ, ഞാൻ അങ്ങനെയുള്ളൊരു ജീവിയാണ്. അപ്പം ആ സമയത്ത് എനിക്ക് കമിന്ന് കിടന്നാലും ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റില്ല. എനിക്ക് വിശപ്പ് തന്നെയാണ് പ്രാധാന്യം. ഓരോരാൾക്കും ഓരോ ശീലമാണ്. ഓരോരാളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയാണ്, മാറ്റാൻ ബുദ്ധിമുട്ടുമാണ്. ഗുഡ് ക്വസ്റ്റ്യൻ.